നമ്പർ 825 പില്ലർ നമ്പർ 826 കൊച്ചി മെട്രോയുടെ ആളക്കൊല്ലി തൂണുകൾ. ഇത് വെറുതെ ഇട്ടൊരു പേരല്ല. ഇവിടെ ഏകദേശം പരിസരവാസികൾ പറയുന്നതനുസരിച്ചിട്ട് ഏകദേശം 12 മുതൽ 14 വരെ ആളുകൾ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചിട്ടുണ്ടെന്നാണ്. അപകടങ്ങളെന്ന് പറയാൻ കാര്യം പല ആക്സിഡന്റ് നടന്ന് പല മരണങ്ങളും നടന്നതാണ്. പിന്നെ റോഡിൻ്റെ പ്രശ്നം മാത്രമല്ല, മെയിനായിട്ട് പ്രശ്നം എന്ന് പറഞ്ഞാൽ രാത്രി സമയത്ത് ഓവർ സ്പീഡ്, കൺട്രോൾ ഇല്ലാത്ത സമയത്താണെങ്കിൽ സാധനം കയ്യിൽ നിന്ന് പോകും. നമ്മളിപ്പോൾ സ്ഥിര താമസക്കാർക്ക് അറിയാൻ പറ്റും അവിടുന്ന് വരുമ്പോഴുള്ള വളവ്. ഈ സൈഡിലാണെങ്കിൽ അത് വേറെ പ്രശ്നമാണ്, വണ്ടിയും കൂടെ വന്ന് കേരളമാണ്. ഇവിടെ ഇപ്പോൾ അപകടങ്ങൾ തുടങ്ങിയിട്ട് ഒരു 12-13 പേരും മരണപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ വളവിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. ആ വളവിലായിട്ട് ഏറ്റവും കൂടുതൽ ആ പില്ലറിലടിച്ചെന്ന വണ്ടി കയറണം. അപ്പോൾ ഈ അടുത്തായിട്ട് ഇവിടെ ഒരു അപകടം ഉണ്ടായിരുന്നു. ഒരു ഡൂക്ക് ബൈക്ക് കഴിച്ച് വന്ന് ഇവിടെ തിരിഞ്ഞ് നേരെ ഒന്ന് കയറിയത് അവിടെയാണ്. ആദ്യകാലങ്ങളിൽ ഇവിടെ അപകടങ്ങൾ കൂടുതൽ വന്നിരുന്നത് ഇവിടെ ഈ ഡ്രീംസ് ഹോട്ടലിൽ ഇവിടെ ആരിസം ബ്ലൂവില്ല, അതിൻ്റെ ഫ്രണ്ടിൽ ടാങ്കും വണ്ടി കൊണ്ടുവന്നിട്ടായിരുന്നു, വലിയ ടോറസ് വണ്ടി. അപ്പോൾ ആളുകൾ കാണില്ല, ആ വണ്ടി വരാൻ നേരത്തെ ആ വണ്ടി ബ്ലോക്കായി കിടക്കണായിരിക്കും. ബൈക്കൊക്കെ വന്നാണ് പെട്ടെന്ന് പാളിച്ച് വരുമ്പോഴേക്കും ഈ ഹമ്പ് ഇതിലോട്ട് കയറുമ്പോൾ പോയി മറിയണേ. അങ്ങനെ കുറേ സംഭവങ്ങൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു 2 ആഴ്ച മുൻപ് ഈ റോഡിൻ്റെ ബെൻഡിങ് ഒക്കെ കട്ട് ചെയ്ത് നിലവിലിപ്പോൾ ഒരു ഗ്രിപ്പുള്ള മോഡലാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ അടുത്തായിട്ടുള്ള മരണമൊന്നും ഇപ്പോൾ കുറവാണ്. ഇപ്പോൾ ഈ ഇത്ര വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് കുറവുണ്ട്. ആദ്യമെന്ന് പറഞ്ഞാൽ ആ വളവ് തന്നെയാണ് രാത്രി കാലങ്ങളിൽ ചെന്ന് ഒരുപാട് കയറുന്നത്. ഞങ്ങളൊക്കെ തന്നെയാണ് ഇവിടുന്ന് ഓരോരുത്തർ ഹോസ്പിറ്റലിൽ എത്തിക്കലും ചെയ്തിരുന്നത്. പിന്നെ രാത്രി കാലങ്ങളിൽ ഇവിടെ നിന്ന് കയറുമ്പോഴേക്കും ചിലപ്പോൾ വണ്ടികൾ ഇവിടെ വന്ന് കയറും. നമ്മളൊക്കെ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകണേ. അപകടത്തെ സൂചിപ്പിക്കുന്ന ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാലും ഈ ആളുകളുടെ ഓവർ സ്പീഡ് കാരണം ഇവിടെ വീണ്ടും വീണ്ടും അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നാണ് ഈ പരിസരവാസികൾ പറയുന്നത്. കുറേ പേര് പരിചയമായിട്ട് ഈ പല പല ബോർഡുകൾ സ്ഥാപിച്ച് പല സംഭവങ്ങൾ ചെയ്തു, പക്ഷേ അതിലൊന്നും ഗുണമുണ്ടായിട്ടില്ല ഇതുവരെ. അത് പെട്ടെന്ന് കാണൂല ബോർഡ്. ഈ ബോർഡൊക്കെ ഇപ്പം എടുത്തു വെച്ചാൽ ഒന്ന് കാണാൻ ആരാ കാണുന്നത്? ഒരു പ്രയോജനമില്ലാത്ത ബോർഡാണത്. ഒരു പേരിനോടൊന്ന് വെക്കണം മാത്രമേ ഉള്ളൂ. ഇക്കഴിഞ്ഞ മാർച്ച് 8 വരാപ്പുഴ സ്വദേശി നിതിൻ 24 ടെസ്റ്റ് ഡ്രൈവിനിടയ്ക്ക് മരണപ്പെട്ടിരുന്നു ഈ വളവിൽ വെച്ചിട്ട്. എത്ര പേരിവിടെ മരിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ എത്ര പേർക്ക് അപകടം പറ്റിയിട്ടുണ്ടാവും? അപകടം കണ്ടമാനം നടന്നിട്ടുണ്ട്. ഒരു 10-12 പേര് മരിച്ചിട്ടുണ്ടാവും. ഒരു 2 മാസം മുന്നേ പയ്യൻ മരിച്ചത്. അതാ ആ തുണ്ടോളാം പകൽ ടൈമിന്. അല്ല 825, 826 ആ 2 പില്ലറുകൾ പാളക്കൊല്ലി എല്ലാത്തും ഈ ഇത് തൊട്ട് അങ്ങോട്ട് എല്ലാത്തും സംഭവിച്ചിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് സംഭവിച്ചിട്ടില്ലേ. അന്ന് പകൽ ടൈമിലാണ് സംഭവിച്ചാൽ. അതാ പയ്യൻ ട്രയൽ റൺ വന്നാണ്. വന്നെന്ന് പറഞ്ഞാൽ അന്ന് റോഡിങ്ങനെ പൊക്കമുണ്ട്, ഈ തൂണിൻ്റെ അവിടെ എല്ലാം പൊങ്ങിക്കണായിരുന്നു. അതും ഒരു പ്രശ്നം, കയ്യിൽ നിന്ന് വണ്ടി പോകും. അല്ല റോഡിന്റെ അശാസ്ത്രീയമായ ഒരു പണിയാണോ? റോഡിന്റെ പ്രശ്നം കൊണ്ടുണ്ട്, പിന്നെ നമ്മൾ ഓവർ സ്പീഡും ഉണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റില്ല. രാത്രി സമയത്ത് എല്ലാം സംഭവിച്ചാണ് ഓവർ സ്പീഡ് തന്നെ ആയിരിക്കുള്ളൂ, അല്ലാണ്ട് വരില്ല. മെയിനായിട്ട് എന്തൊക്കെ വണ്ടികളാ? ചെറിയ മോഡൽ വണ്ടികളൊന്നുമില്ല, ഒരു ആവറേജ് സ്പോർട്സ് മോഡൽ വണ്ടികളാണ് കൂടുതൽ അപകടത്തിൽ പെട്ടത്. സ്പോർട്സ് മോഡൽ ബൈക്ക്, 2 വീലേഴ്സ്, സാധാരണ നോർമൽ വണ്ടികളൊന്നും പെട്ടിട്ടില്ലെന്നും. കൊച്ചി സഹോദരൻ അയ്യപ്പൻ റോഡിലെ ഇളംകുളം ജംഗ്ഷൻ്റെയും എളംകുളം മെട്രോ സ്റ്റേഷനും ഇടയിലാണ് ഈ 825ഉം 826ഉം പില്ലറുകൾ വരുന്നത്. ചില ആൾക്കാർ ഉറങ്ങിപ്പോയെന്ന് പറഞ്ഞു. ഒരു ദിവസം നല്ല ഓവർ സ്പീഡാകും, വന്ന് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇടിച്ചു പൊളിച്ച് എല്ലാ വണ്ടികളും തൂത്ത് വരിക്കൊണ്ട് അവർ പോയി. ചില ആൾക്ക് ഉറങ്ങിപ്പോയി. ഈ അടുത്ത ദിവസം തന്നെ ഒരാൾ പെരുന്നാട് ദിവസം ഉറങ്ങിപ്പോയി, പള്ളിയിൽ പോയിട്ട് വന്ന് ഉറങ്ങിപ്പോയതാണ്. മദ്യ വെച്ചിട്ടൊന്നും ഉണ്ടായില്ല, ഉറങ്ങിപ്പോയതാണ്. അങ്ങനെ 2-3 വണ്ടി പോയി. അല്ലാതെ കൂടുതലും രാത്രി കാലങ്ങളിൽ പോകണമെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ നൈറ്റ് ആൾക്കാരുണ്ടാവും, അതിൽ ആരെങ്കിലും രാത്രികളിൽ അപകടത്തിൽ പെട്ട ആൾക്കാരെ കൊണ്ട് അത്യാവശ്യം ഹോസ്പിറ്റലിൽ എത്തിക്കാറുണ്ട്. നൈറ്റ് ഇവിടെ ഫുൾ ടൈം ഇപ്പോൾ ഡേയിലെ വർക്ക് കഴിഞ്ഞാൽ നൈറ്റ് 10-12 ആൾക്കാരുണ്ടാവും ഇവിടെ. അപ്പോൾ ഇവിടെ വെച്ചാൽ നടക്കുന്ന സംഭവങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മുടെ ആൾക്കാർ തന്നെ എടുത്തുകൊണ്ട് പോകാറുണ്ട്. ഇപ്പോൾ മൊത്തപ്പോൾ അപകട മരണം കണക്കൂട്ട് വേണമെങ്കിൽ ഒരു 15 മരണോളം ആയിട്ടുണ്ട് ഇവിടെ. ഒരു 5-6 കൊല്ലത്തിലടിക്കും കാര്യം. ആദ്യം ഇപ്പോൾ വന്ന 2 മരണമാണ് ഇപ്പോൾ അടുപ്പിച്ച് ഇവിടെ ഉണ്ടായേക്കുന്നത്. പിന്നെ ആക്സിഡൻറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഒരു വണ്ടി മാറ്റാൻ തുടങ്ങി വേണം. പിന്നെ ഈ പ്രശ്നം ഇത് മെട്രോയുടെ പില്ലറിൻ്റെ അടിയിൽ വലിയ ഹമ്പാണ്.
അതുപോലെ ഈ റോഡിനൊരു കുഴപ്പമുണ്ട്. റോഡ് ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കണം. ഈ റോഡ് ഇങ്ങോട്ട് ചരിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വണ്ടി എപ്പോഴും പാളി ഇങ്ങോട്ട് വരും. ഈ സൈഡിലേക്ക് വരുള്ളൂ, ലെഫ്റ്റിലേക്ക്. റൈറ്റ് സൈഡ് ഹൈറ്റ് കൂട്ടിയിട്ട് ലെഫ്റ്റിലേക്ക് താന്ന് കിടക്കുന്നതുകൊണ്ട് വണ്ടി എപ്പോഴും പാളി താഴത്തേക്ക് വരും. ലെഫ്റ്റ് സൈഡ് ഹൈറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കുറേ അപകടങ്ങൾ കുറയും. അപ്പോൾ അവിടെ നിന്ന് വന്ന വണ്ടിയുടെ ആ സ്പീഡ് അനുസരിച്ച് ഹൈറ്റ് കൂട്ടുകയാണെങ്കിൽ ഇതിൻ്റെ കുറേ കുഴപ്പങ്ങൾ മാറി കിട്ടും. ഇതാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. രാത്രി കാലങ്ങളിൽ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ ഈ പാലത്തിൻ്റെ അടിയിലാണ് ഹെഡ് പോസ്റ്റ് വെക്കേണ്ടത്. പോലീസ് അവിടെ നിൽക്കേണ്ടത്. ഇത് അവിടെ നിൽക്കാണ്ട് പോലീസ് അവിടെ കൊണ്ടുവന്ന് വെറുതെ ഗാർഡ് ചെയ്തിട്ട് പോകും. ആ മെട്രോ സ്റ്റേഷൻ്റെ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടത്. അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആവും. അവിടെ നിന്ന് വരുന്ന വണ്ടി സ്ലോ ആവും. ഇതത് ചെയ്യൂല. ഇത് ഇപ്പുറത്തുള്ള വഴിയിൽ കൊണ്ടുവന്നൊരു ബോർഡ് വെച്ചിട്ട് പോലും അത് ആദ്യം ചെയ്യേണ്ട കാര്യം അവിടെയാണ്. എന്നാൽ അപകടം കുറയും, സ്പീഡ് കുറയും അവിടെ വന്നിട്ട്. ഇത് ആ പാലത്തിൽ നിന്ന് ഇറങ്ങി അതേ സ്പീഡിൽ തന്നെ ഇതിലിങ്ങനെ കവർ ചെയ്ത് പോകണം. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആക്സിഡൻറ്റ് ഇവിടെ സംഭവിക്കുന്നത്. ഇപ്പോൾ നിലവിൽ പരിസരവാസികൾ പറയുന്നതനുസരിച്ച് കഴിഞ്ഞ ദിവസം MVD അടക്കമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തൊക്കെ നടപടികൾ എടുക്കാം ഈ അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ. ഇന്നലെയും വന്ന് എന്തോ ചർച്ച ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഇത് കളഞ്ഞത്, ഈ താട്ടിയത്. ഇല്ലല്ല, അതിപ്പോൾ ഒരു 2 ആഴ്ച ഉള്ളു. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞാൽ താത്തിയത്. അതുവരെ ഇങ്ങനെ കട്ടിങ് വരും. ഇതിവിടെ ഇത്ര പൊങ്ങിക്കും അതിന് കുഴി. ആ ബൈക്കിനൊക്കെ പോകണമെങ്കിൽ കറക്റ്റ് അറിയാൻ പറ്റും. അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ സാധനം ചെയ്തിട്ടും ഇതുമേലെ കൂടി നമ്മൾ ചെറിയ വണ്ടികളൊക്കെ പോകണമെങ്കിൽ പാളിപ്പോവും. അത് വണ്ടി ഓടിച്ചൊക്കെ അറിയാൻ പറ്റും, നല്ലപോലെ പാളിപ്പോവും. ഇന്നലെ വന്ന് MVD ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്തോ ചർച്ച നടത്തിയത്. ഇന്നലെ ചർച്ച ആവശ്യത്തിന് നടക്കുന്നുണ്ട്. ഒരുപാട് കുടുംബങ്ങളുടെ സ്വപ്നങ്ങളാണ് ആയുസ്സെത്താതെ ഈ റോഡിൽ പൊലിയുന്നത്. അതുകൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ ഈ സർക്കാരും MVDയും പോലീസും നൽകുന്ന നിർദ്ദേശങ്ങളും ഈ ബോർഡുകളൊക്കെ ശ്രദ്ധിച്ച് വാഹനം ഓടിക്കുക. ഓവർ സ്പീഡ് കുറച്ച് തന്നെ വണ്ടികൾ ഓടിക്കുക. പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ അപകടങ്ങൾ ഒരുപാടുണ്ടാകുന്ന മേഖലയാണിത്. പിന്നീട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ റോഡിൻ്റെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണം മാറ്റി പുതിയ നിർമ്മാണം ഉണ്ടാകുമെന്ന് പ്രത്യാക്ഷിക്കാം.